ഇത് അപ്പോൾ കണ്ടോ, അപ്പോൾ ഇത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, ഫേസിൽ സോപ്പോ കാര്യങ്ങളോ ഫേസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വേൾഡ് പാത്തൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടൊമാറ്റോ വെച്ചിട്ട് അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ടാണ്. അതായത് ഞാൻ ഇത്രയും കളർ ഇപ്പോൾ വെച്ചതിന്റെ കാരണം എന്താണെന്നല്ലേ നിങ്ങൾ തിരക്കിയിട്ടുള്ളത്. അതിന്റെ കാരണം തന്നെയാണ് കേട്ടോ ഈ പറയുന്നത്. കട്ട് ചെയ്തിട്ട് അത് അപ്പം നമുക്കിതാ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു പകുതി തക്കാളി എടുത്ത് ഞാൻ രണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു തക്കാളി എടുത്ത് നമുക്ക് സ്ക്രബ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കതിൻ്റെ നന്നായിട്ട് അരച്ച് അതിൻ്റെ ആ ഒരു ഇതെടുക്കാൻ വേണ്ടി, അതായത് അതിൻ്റെ പൾപ്പ് എടുക്കാൻ വേണ്ടി പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് ടൊമാറ്റോയാണേ. ടൊമാറ്റോ ഞാൻ രണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് പീൽ പൗഡറും, അതേപോലെ ഇത് നമ്മുടെ ഓട്സ് പൗഡറാണേ. ഓട്സ് പൊടിച്ചെടുത്തതാണ്, വൈറ്റ് ഓട്സ് ആണ് പൊടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ പാല്, പഞ്ചസാര, ഷുഗർ, ഇത്രയും മാത്രം നമുക്ക് മതി. പോരാത്തതിന് നമുക്കൊരു മിക്സിയും കൂടെ ഒരു ജാറും കൂടെ എടുത്ത് വെച്ചേക്കണമേ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൊമാറ്റോ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കണം, അതിന് വേണ്ടിയാണേ. അപ്പം നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നമ്മളിതാ അടിച്ചെടുത്ത ഒരു പൾപ്പ് ഇതിലേക്ക് എത്തിയിട്ടുണ്ടേ. വളരെ കുറച്ച് മാത്രം മതിയാവും. ഒരു ടൊമാറ്റോ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു പാക്ക് നന്നായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉണ്ടോ, ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, നന്നായിട്ട് അരച്ചെടുത്തേക്കാണേ. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് മിൽക്കാണേ. ഇത് തന്നെയാണ് സംഭവം. അതിൽ ഞാനൊന്ന് തൊട്ടിട്ട് ഒന്ന് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നത്. അപ്പം നന്നായിട്ട് നമ്മൾ ആ ഒരു ഇതിൽ ക്ലെൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് പാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല കേട്ടാ, കുറച്ച് നേരത്തേക്കല്ലേ. അതുമല്ല മുട്ടയുടെ വെള്ളയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ചിലർ വിചാരിക്കും ഓ സ്മെല്ല് കാര്യങ്ങളൊന്നും, അങ്ങനെയൊന്നുമില്ല കേട്ടാ. അതൊക്കെ കഴുകുമ്പോഴത്തേക്ക് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അപ്പം ക്ലെൻസിങ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടേത് കഴിഞ്ഞ് അടുത്തത് സ്ക്രബിങ് ആണ്. അതിന് വേണ്ടി ഈ ടൊമാറ്റോയിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഷുഗറാണേ. ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇട്ട് കൊടുത്തേ. അപ്പം ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണേ. ലിപ്പിലുമൊക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. സ്ക്രബ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലല്ലോ. കണ്ണിനകത്ത് വീഴല്ലേ ഇത്, കാരണം അത്യാവശ്യം പുളിയുള്ളതല്ലേ തക്കാളി. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ കണ്ണിനകത്ത് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണ് നീറും. ഇവിടെയൊക്കെ ആയി. ഞാൻ എന്തായാലും കുളിക്കാൻ പോയല്ലേ, അപ്പം പിന്നെ അത് ചെയ്തതിന് ശേഷം പോയി കുളിക്കാമെന്ന് വിചാരിച്ച്. നന്നായിട്ട് ഒരു മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഉണ്ടോ, നന്നായിട്ട് നമ്മുടെ ഫേസിലെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് ഉണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നന്നായിട്ട് ഒരു മസാജും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പാക്കും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഈ അടിച്ചെടുത്ത് വെച്ചേക്കുന്നില്ലേ, ഇതാ ഈ ഒരു പൾപ്പ്, ആ പൾപ്പിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനകത്ത് 1-2 വലിയ പീസസ് ആയിട്ട് കിടന്നായിരുന്നേ, അപ്പോൾ അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് ഒരുമാതിരി ഇരിക്കത്തില്ലേ. അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതിൽ നിന്നും ഓട്സ് പൗഡർ, ഞാൻ ദാ ഇത് ആവശ്യത്തിനെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് മൊത്തം ഞാൻ ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു 1.25 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. അത് മൊത്തം ഞാൻ ഇതിലോട്ട് ചേർത്തേ. വേണ്ട, കാണുന്നുണ്ടായിരിക്കുമല്ലോ, വേണ്ട കണ്ടോ, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇതാ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഓറഞ്ച് പീൽ പൗഡർ, അതും ഞാൻ ഈ സ്പൂണിന് 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. അതും ചേർത്ത് കൊടുക്കണേ. കാരണമേ ഇനി അങ്ങോട്ട് തണുപ്പ് ടൈമാണേ. അപ്പോൾ ഇത് ഉണക്കിയാൽ പൊടിക്കാൻ ഉണങ്ങി കിട്ടത്തില്ല. പൊടിക്കാൻ പറ്റും, ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മൊത്തത്തിലെടുത്ത് പാഴി കളയണ്ട, അതായത് ഇല്ലാതാക്കി കളയണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കണ്ട ഇതൊരു പേസ്റ്റ് രൂപത്തിൽ കണ്ട ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഓട്സ് പൗഡറും ടൊമാറ്റോയുടെ ജ്യൂസും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്നത് എന്തോന്നായിരുന്നു, ഓറഞ്ച് പീൽ പൗഡർ. അത് ഇച്ചിരി ടാസ്ക്കാണ് ഉണക്കിയെടുത്ത് പൊടിച്ചൊക്കെ വയ്ക്കാനായിട്ട്, പക്ഷേ ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ഒന്ന് നോക്കണേ. ചെയ്യാത്തത് ഞാനും പണ്ട് ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എന്ത് ചെയ്യാനും. നമ്മൾ വലിയ ബ്രഷൊന്നും ഇട്ട് ആഡംബരം കാണിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇത് ഞാൻ ഇട്ട് കൊടുക്കണേ. ചിലപ്പോൾ ഒരു 2 ലെയർ ഇടേണ്ടി വരും, കാരണം കണ്ടത് കട്ടിയില്ലാത്ത സാധനമാണ്. അയ്യോ എൻ്റെ കണ്ണേ, പറഞ്ഞതേ ഉള്ളു, കണ്ണിൽ തന്നെ വീണ്. ഇതൊക്കെ എന്തായാലും കഴിവാനുള്ളതാണല്ലോ, പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴുത്തിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കും. എനിക്കത് അതെന്തെന്നറിയാമോ, ഞാനേ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയായാലും അയൺ ടാബ്ലറ്റ് കഴിക്കുമല്ലോ. ആ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം വെച്ച് എൻ്റെ കഴുത്ത് നന്നായിട്ട് കറുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം അത് മാറാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് മാറിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നാലും ആ ഒരു ഡിസ്കളറേഷൻ അവിടെ തന്നെ നിൽക്കാറാണ് പതിവ്. പക്ഷേ എന്നാലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് മാറാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തിട്ടിരുന്നാലും കണ്ണിൻ്റെ മുകളിൽ, കണ്ണിനകത്തല്ല കണ്ണിൻ്റെ മുകളിൽ ഒന്ന് ഇടണം എന്ന് ഒരിതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടും ഇങ്ങനെ. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കളറ്, നെക്കൊരു കളറ്, കണ്ണൊരു കളറ്, അങ്ങനെ ഇരിക്കൂലേ. അപ്പം ഞാൻ ബാലൻസ് വരുന്നത് കയ്യിൽ കൂടെയൊക്കെ അങ്ങ് വാരി തേക്കും. എന്തായാലും ചുമ്മാ ഇരിക്കുകയല്ലേ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എന്തായാലും കുളിച്ചാൽ മാത്രം മതി. അപ്പം കയ്യിൽ കൂടെ നന്നായിട്ട് ഞാൻ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ടേ. എനിക്കത് എന്താ കഴിഞ്ഞതിന് ഞാൻ കയ്യിൽ തേച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയും, ഓ കയ്യിലൊന്നും വാരി തേക്കൂല എന്ന് പറയുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കയ്യിൽ തേച്ചത്. നമ്മൾ ഇത്രയൊക്കെ ഇതായാലും നമ്മുടെ കയ്യും നല്ലതായിട്ടിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു ഇത് വരും.
അപ്പം തേച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന സംഭവം മൊത്തത്തിൽ ഞാൻ വഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് മൊത്തത്തിൽ എടുത്ത് നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട, ഇനി ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം വാഷ് ചെയ്യുന്നത് കൈയായിരിക്കും. കൈ വാഷ് ചെയ്തിട്ടേ ബാലൻസ് എന്ത് പരിപാടിയും ഉള്ളത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, എൻ്റെ കൈ ഇതാ ഇത്രയും ഭാഗം ഒരു കളറേ, ദാ ഇവിടെ കണ്ടോ. എല്ലാവരുടെയും കൈ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് പാക്ക് ഇട്ടിരുന്നാലും എൻ്റെ കയ്യിൽ കൂടെ തേക്കാറുണ്ട്. അതാണ്. അപ്പം എന്തായാലും ഇത് ഉണങ്ങി വരട്ട്. മറ്റേതേ നമുക്കിവിടെ ചൂട് ടൈമിനാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരം, അതായത് സ്കിൻ കെയർ ചെയ്യാനും നമുക്ക് പാക്ക് ഇടാനും എല്ലാത്തിനും നമുക്ക് ഒരുപാട് ടൈം കിട്ടുമായിരുന്നേ. ടൈമും കിട്ടും, നമുക്ക് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റും വരുവേ. പക്ഷേ ഇപ്പം പുറത്തോട്ടിറങ്ങാൻ വയ്യ, തണുപ്പ് തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു പ്രോഗ്രാമിന് പോകാനൊക്കെ ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണേ. അപ്പോഴത്തേക്ക് പോകണോ വേണ്ടയോ, പ്രോഗ്രാം മാറ്റിയൊക്കെ ഒന്നും അറിയില്ല. എല്ലാം ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചാണ് ഇത്രയും ദിവസം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു ടൈമിൽ തന്നെ ഇതങ്ങ് ചെയ്യാം, അല്ലെങ്കിൽ തണുക്കും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പായി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. എനിക്ക് തോന്നുന്നു ചൂടാകുമ്പോൾ വിചാരിക്കും നല്ല തണുപ്പ് വന്നാൽ കൊള്ളാമായിരുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് കേട്ടോ. ഇത് ഉണങ്ങി വരാൻ എന്തായാലും ടൈം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സെറ്റായി നോക്കാം. അപ്പം എന്തായാലും എന്താ കയ്യിലെല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. കയ്യിലൊക്കെ ഇട്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിക്ക് ആയിട്ടുണ്ടേ. കാരണം ലാസ്റ്റ് വന്നതല്ലേ നമ്മൾ കയ്യിൽ ഇങ്ങനെ ആക്കിയത്. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഒന്ന് വാഷ് ചെയ്യാമേ കേട്ടാ. കൈ ആദ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇത്രത്തോളം. അല്ലാതെ ഇതിന് ഞാൻ പോയി മേക്കപ്പ് ഇട്ടിട്ടാണെന്നാണ് ആരും പറയല്ലേ. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുമെന്നുള്ളതുകൊണ്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ആ കാണുന്നുണ്ടാവുമല്ലോ, കൈയൊക്കെ ഇതാ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫേസ് ക്ലീൻ ചെയ്യാം. കൈ ഉണ്ടോ? പിന്നെ ഫസ്റ്റ് ഇതാ ഇങ്ങനെ ആദ്യം ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാൻ പോയി പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് കാണാം. ഓക്കെ. അപ്പം നമ്മളിതാ ഇപ്പം ഫേസിൽ പാക്കൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ച് വൈപ്പ് ചെയ്തൊക്കെ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫേസിൽ യാതൊന്നും, അതായത് സോപ്പ്, ഫേസ് വാഷ് യാതൊന്നും യൂസ് ചെയ്യത്തില്ല. ഒരു സിറം മാത്രം, അത് നമുക്ക് കുളിച്ച് കയറി വന്നതിന് ശേഷം ആ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ പോയി പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറമാണ്. ഇത് വൈസിയുടെ പൊമഗ്രാനൈറ്റിൻ്റെ സിറമാണ്. ആൻറ്റി റിങ്കിൾസ്, വൈറ്റനിങ്, ഇതിനെല്ലാം നമുക്ക് ബെസ്റ്റ് ഇതാണേ. അപ്പം ഞാൻ ഇതിൽ നിന്ന് അധികം ഒന്നും വേണ്ട, ഒരു 1-2 ഡ്രോപ്പ് മാത്രം മതി. ഞാൻ എന്താ ജസ്റ്റ് അപ്പം മൊത്തം ഒരു 4 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് തന്നെ ധാരാളമാണേ. കണ്ട, നമ്മുടെ ഫേസിൽ മൊത്തത്തിൽ ഇടാനുള്ളത് ഈ ഒരു 4 ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിത് മൊത്തത്തിലൊന്ന് ഇത് ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി. അപ്പം പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും, അധിക ടൈമൊന്നും എടുക്കത്തില്ല. അപ്പം ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാക്ക് കാര്യങ്ങളെല്ലാം ഇട്ട് തീർന്നിട്ടുണ്ടേ. നമ്മുടെ ആ ഒരു പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പെട്ടെന്നൊന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ഇത് ട്രൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ടാണെന്ന് തന്നെ പറയാം. ഇത് വീക്ക്ലി ടേസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണേ. പിന്നെ അതുമല്ല നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫേസിൻ്റെ ടാൻ മാറാനും കാര്യങ്ങൾക്കും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ടൊമാറ്റോയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ എത്രത്തോളം ഹെൽപ്ഫുള്ളാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.